എപ്പോഴും എൻ്റെ മക്കൾ പ്രാർത്ഥിക്കണം, ധാരണയെ സുഖപ്പെടുത്താൻ പ്രാർത്ഥിക്കണം. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായിരിക്കുന്ന ധാരണയാണ്. സ്വർണത്തെക്കുറിച്ച് ധാരണ, വീടിനെക്കുറിച്ച് ധാരണ, വീട്ടുകാരെക്കുറിച്ച് ധാരണ, സ്വന്തപ്പെട്ടവരെക്കുറിച്ച് ധാരണ, എല്ലാത്തിനും ധാരണ ധാരണ ധാരണ. അപ്പോൾ എന്ത് പറ്റും? ധാരണ അതിലംഘിക്കേണ്ടതാണ് മക്കളെ, എന്നാലേ സമാധാനം കിട്ടത്തുള്ളൂ. ധാരണയില്ലേ നമുക്ക്? ഭർത്താവിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും അല്ലേ? ഭാര്യയെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവും, അമ്മായിയമ്മയെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവും. ഇത് നമ്മുടെ മുൻ പരിചയവും നമ്മളുടെ പഴയ കാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ധാരണയാണ്. ഈ ധാരണ സുഖപ്പെടണം. നമുക്ക് കസ്മാറ്റിക്കാർ ആന്തരിക സൗഖ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുക, ഞാനതിനെ വിമർശിക്കണില്ല, പക്ഷെ എനിക്ക് തോന്നിയിരിക്കുന്നത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ധാരണ ഒരു വിഷയമാണ്. ധാരണ, എന്തിനെ കുറിച്ചുള്ള ധാരണ. ആ ധാരണക്കെതിരെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇവർ പൊട്ടിത്തെറിക്കണത്. അപ്പോൾ ധാരണയുടെ മേലൊരു സൗഖ്യം കിട്ടിയാൽ സമാധാനമാകും. അതിന് ബൈബിൾ പറയണത് ധാരണകളെ അതിലംഘിക്കണമെന്നാണ് പറയണത്. ധാരണകളെ അതിലംഘിക്കണം. ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉദ്ദേശം എന്താണ്? അത് എന്തിനുള്ളതാണ്? അതിലംഘിക്കാനുള്ളതാണ്. സൗന്ദര്യത്തെക്കുറിച്ചൊരു ധാരണ, ആരോഗ്യത്തെക്കുറിച്ച് ധാരണ, ഭക്ഷണത്തെക്കുറിച്ചുള്ള ധാരണ, വസ്ത്രത്തെക്കുറിച്ചുള്ള ധാരണ. ഈ ധാരണയാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒന്നും തൃപ്തിയില്ലല്ലോ. നമ്മളെന്തിനാണ് ഫാഷൻ മാറി 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 ഇടുന്നത്? തൃപ്തിയില്ല. ഇപ്പം എങ്ങനെയുണ്ട് കണ്ണാടി പുറകിൽ നോക്കി, മുമ്പിൽ നോക്കി, ചെവി ആട്ടി നോക്കി, അതായത് മറ്റുള്ളവർ ചോദിച്ചില്ലേ. അപ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. ആ ധാരണ വരണവരെ നമ്മൾ അസ്വസ്ഥരായിരിക്കും. അപ്പം നമ്മുടെ അസ്വസ്ഥത എന്താ? നമ്മുടെ ധാരണയാണ് അസ്വസ്ഥത. അതുകൊണ്ട് ബൈബിൾ എന്ത് പറയും? എൻ്റെ മകളെ നിൻ്റെ അസ്വസ്ഥത, എൻ്റെ മകനെ നിൻ്റെ അസ്വസ്ഥത നിൻ്റെ ധാരണയാണ്. ഈ ധാരണയെ നീ അതിലംഘിക്കണം. ഈ ഒരു 4:6 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. പറഞ്ഞേ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും കൃതജ്ഞത പ്രകാശിപ്പിക്കുക. അപ്പോഴേ നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ചിന്തകളെയും കർത്താവായ യേശുക്രിസ്തുവിലെ സൂക്ഷിച്ചുകൊള്ളും. കൈ അടിച്ചു കർത്താൻ. അപ്പോൾ ഈ ധാരണകളുടെ മേൽ സൗഖ്യം കിട്ടാൻ വേണ്ടി എൻ്റെ മക്കൾ സ്തുതിച്ചാൽ മതി. അച്ഛൻ പ്രാർത്ഥിച്ചു തന്നോളാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയേ,